എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിരിയാണി അച്ചാറാണ്. കാറ്ററിംഗുകാർ വളരെ എളുപ്പത്തിൽ ഒരു തരി പോലും കയ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ക്രിസ്മസ് ദിനത്തില് ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയ സൈഡ് ഡിഷ് കൂടിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 കിലോ നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളം എല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ഓരോന്നും 4 പീസുകളാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ കുരു കളഞ്ഞിട്ട് നാരങ്ങ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 300 ഗ്രാം അളവിലെ ഈത്തപ്പഴം കുരു കളഞ്ഞതും 1 ബോൾ വെളുത്തുള്ളി അല്ലിയും 1/4 കപ്പ് അളവിലെ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് കൂടെ മാറ്റാം. ഇനി കുക്കർ മൂടിയിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. 2 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ നാരങ്ങ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് കടുകും ഉലുവയും കായവും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കാം. വറുത്തെടുത്ത ചേരുവകള് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് പൊടിച്ചുകൂടി വെക്കണം. ഇനി അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചൂടായ പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളകും കറിവേപ്പിലയും വറ്റൽ മുളക് കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. മുളക് പൊടിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ അച്ചാർ നല്ല കട്ടിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കുക്കറിലേക്ക് 1/2 കപ്പ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തരി പോലും കയ്പില്ലാതിരിക്കാനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയും ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ബിരിയാണി അച്ചാർ ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോയും കണ്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ.